Another failure. ലാസ്റ്റ് വീഡിയോയിൽ റെയിൻ ഗോഡിനെ കുറിച്ചും ആൻഡ് അത് മേ ബി മങ്കിടി ഡ്രാഗനായിട്ട് കണക്ട് ആയേക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ആ തിയറി വീഡിയോ വേണമെങ്കിൽ തിയറി വീഡിയോ 1 എന്ന് കമന്റ് ചെയ്യാനും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. സോ യു ഗൈസ് ഓൾ ഡിഡ് ഇറ്റ്. ഏകദേശം 20-30 കമന്റ്സ് ആണ് ഞാൻ ചോദിച്ചത്. ബട്ട് യു ഗൈസ് ഗേവ് മീ 175+ കമന്റ്സ് ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീഡിയോയെ കുറിച്ച് ആ കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അത്. സോ ആൻഡ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആക്ച്വലി ഞാനിത് എപ്പോഴും പറയാറുള്ളതാണ്, ഇതൊരു തിയറി വീഡിയോ ആണ്. ബട്ട് നമ്മൾ ധാരാളം ഫാക്ട്സ് കവർ ചെയ്യുന്നുണ്ട്. സോ ഒരു തിയറി വീഡിയോ ഫോമിൽ മാത്രം ഈ വീഡിയോ കാണുക, അതും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. ഞാൻ ചെയ്യുന്ന ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗീവ് മി എ ലൈക്ക് ആൻഡ് നിങ്ങളുടെ ആനിമ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ആയി പറയുക. തുടർന്ന് ഇതേപോലെ ആനിമ വീഡിയോസ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സ്പോയിലേഴ്സ് കുറച്ച് കണ്ടന്റിനെ ഫോക്കസ് ചെയ്ത് വീഡിയോ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദി ടോപ്പിക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മങ്കിടി ഡ്രാഗനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹി ഈസ് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് ഫിഗർ ഇൻ വൺ പീസ് ആനിമെ ആൻഡ് ഓൾസോ ഹി ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ഇൻ ദ എൻറ്റയർ വൺ പീസ് വേൾഡ്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് ലിറ്ററലി എ ഗോഡ്. യെസ്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ ലൂഫിനെ പോലെ തന്നെ. ലാസ്റ്റ് വീഡിയോയിൽ സൺ ഗോഡ് നിക്കിയെ പോലെ തന്നെ വൺ പീസ് വേൾഡിൽ വേറെ 3 ഗോഡ്സ് ഉണ്ട് എന്നും അവർക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ഡെയിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. റെയിൻ ഗോഡ്, ഫോറസ്റ്റ് ഗോഡ്, എർത്ത് ഗോഡ്. സോ ഇവരാണ് നിക്കിയെ കൂടാതെയുള്ള ബാക്കിയുള്ള 3 ഗോഡ്സ്. ആൻഡ് ഇതിലെ റെയിൻ ഗോഡിന്റെ DF ആണ് തിയറി അനുസരിച്ച് നമ്മുടെ ഡ്രാഗൻ യൂസ് ചെയ്യുന്നത്. റെയിൻ ഗോഡിന്റെ ഡെയിൽ ഫ്രൂട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് റെയിനെ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെയിനെ മാത്രം ബേസ് ചെയ്തതേ അല്ല. ഈ ഒരു DFനും ഡിഫറെന്റ് കാറ്റഗറിയിൽ പവേഴ്സ് ഉണ്ടെന്ന് പറയാം. നമ്മൾ എപ്പോഴാണ് ഡ്രാഗനെ ആദ്യമായി കാണുന്നത്? യെസ്, ലോക്ക്ഡൌൺ ആർക്കിൽ. അത്രയും നേരം ഒരു സാധാരണ ക്ലൈമറ്റിൽ നിലനിന്നിരുന്ന ലോക്ക്ഡൌൺ ഡ്രാഗന്റെ എൻട്രിക്ക് ശേഷം പുള്ളിയുടെ എൻട്രിക്ക് ശേഷം അവിടുത്തെ ടോട്ടൽ ക്ലൈമറ്റ് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡ്രാഗൻ വന്നതിന് ശേഷം നമുക്ക് അവിടെ റെയിനും കാണാം. അതേപോലെ ബഗ്ഗിയുടെ അടുത്ത് നിന്നും ലൂഫിനെ രക്ഷിക്കുന്നത് ഒരു ലൈനിങ് പവർ ആണ്. മറൈൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് വിൻഡോർ അതിലും വലിയൊരു സ്റ്റോം വെച്ചിട്ടാണെന്ന് പറയാം. സോ ഇതൊക്കെ കൂട്ടി വായിച്ച് നോക്കിയാൽ ഹി ക്യാൻ ആക്ച്വലി കൺട്രോൾ ദ വെതർ. സോ റെയിൻ ഗോഡിന്റെ DF പവേഴ്സ് എന്ന് പറഞ്ഞാൽ, അതും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹി ക്യാൻ മാനിപുലേറ്റ് ദ ഹോൾ വെതർ. അതായത് മഴ വരുമ്പോൾ ഇടി, മിന്നൽ, കാറ്റൊക്കെ കൂടെ വരിക എന്ന് കേട്ടിട്ടില്ലേ? സെയിം കേസ് തന്നെയാണ് ഇവിടെ ഡ്രാഗന്റെ അടുത്തും. ഡ്രാഗൻ വരുന്ന ടൈമിലൊക്കെ ക്ലൈമറ്റ് ആൻഡ് ഓൾസോ സ്കൈ മാറി നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദാറ്റ് റെപ്രസെന്റിംഗ് ദ കൺട്രോൾ ആൻഡ് പവർ. സോ റെയിൻ ഗോഡ് എന്നതിലുപരി ഒരു വലിയ സ്റ്റോം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡ്രാഗനെ വിശേഷിപ്പിക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഹനുമാൻ ഈസ് എ മങ്കി ഗോഡ് ആൻഡ് ലൂഫിയുടെ ഫാമിലി നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് മങ്കി എന്ന നെയിമിലാണ്. ഓൾസോ ലൂഫിയുടെ ഗിയർ 5 ഫോമിലുള്ള ഒരു പവർ പഞ്ച് അറ്റാക്കിന്റെ പേര് തന്നെ ബജ്രംഗ് ഗൺ എന്നായിരുന്നു. സോ ഇറ്റ്സ് ആക്ച്വലി ഇൻസ്പയർഡ് ഫ്രം ഹനുമാൻ. അതേപോലെ പവൻ പുത്രൻ എന്നാണ് ഹനുമാനെ വിളിക്കാറ്, മീൻസ് വായുപുത്രൻ. സോ ലൂഫിയുടെ ഫാദറായ ഡ്രാഗന്റെ പവർ എന്താണ്? കൺട്രോൾ ദ വെതർ, എസ്പെഷ്യലി സ്റ്റോംസ്. സോ സ്റ്റോം എന്ന് മീൻ ചെയ്യുന്നത് വിൻഡ് ഓർ ഓക്സിജൻ ആവാം, അതായത് വായു. സോ ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കിയാൽ ഓടെ നൽകിയൊരു വലിയ ഹിന്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാം. ആ ഹിന്റും ചെന്ന് നിൽക്കുന്നത് ഡ്രാഗന്റെ യഥാർത്ഥ പവറിനെ ബേസ് ചെയ്തിട്ടാണ്. ലോക്ക്ഡൌണിൽ തന്റെ മകനായ ലൂഫിയെ രക്ഷിക്കാൻ ഡ്രാഗൻ വരുന്നത് പോലെ തന്നെ പുരാണത്തിലും ഹനുമാനെ രക്ഷിക്കാൻ വായുധൻ വരുന്ന ഒരു സീൻ തന്നെയുണ്ട്. ആൻഡ് ഇറ്റ്സ് 99% ആക്യുറേറ്റ്. എനിവേ ഏൻഷ്യന്റ് ബിലീഫ്സ് അനുസരിച്ച് റെയിൻ ഗോഡ് എന്ന് പറഞ്ഞാൽ ബ്രിങ്ങർ ഓഫ് ദ സ്ട്രോംസ് ഓർ ഡിസ്ട്രക്ഷൻ എന്നും, ഇതൊരു ഫോഴ്സ് ആണ്. ആൻഡ് ഈ ഒരു ഫോഴ്സ് ലോകത്തെ നശിപ്പിച്ച് പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് വിശ്വാസം, വിത്ത് ജസ്റ്റിസ് ആൻഡ് വിത്തൗട്ട് കറപ്ഷൻ. സോ ഇത് തന്നെയാണ് മങ്കിടി ഡ്രാഗൻ റെവല്യൂഷണറി ആർമി മുഖേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റായി പറഞ്ഞാൽ വൺ പീസ് വേൾഡിനെ ഒരു ന്യൂ ഓർഡർ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാം. ആക്ച്വലി വേൾഡ് ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതല്ല ഡ്രാഗന്റെ ആഗ്രഹം, അത് കംപ്ലീറ്റ്ലി എറേസ് ചെയ്യണം എന്നുള്ളതാണ്. സോ എന്നെ സംബന്ധിച്ച് റെയിൻ ഗോഡിന്റെ DF പവേഴ്സ് ശരിക്കും ഡ്രാഗന്റെ കൈവശം ഉണ്ടെങ്കിൽ ഹി ഈസ് റിയലി എ വാക്കിംഗ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് തന്നെ പറയാം. അതേപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓടെ ഡ്രാഗനെ മാത്രം എന്തുകൊണ്ടാണ് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ട് വെച്ചിട്ടുള്ളത് എന്ന്? ഈവൻ ഷാങ്സിന്റെ മിസ്റ്ററീസ് പോലും പതിയെ ഓടെ റിവീൽ ആക്കുന്നുണ്ട്. സ്റ്റിൽ ഈ ഒരു ക്യാരക്ടർ മാത്രം ഇപ്പോഴും ഇരട്ടത്താണെന്ന് പറയാം. ഇത് മേ ബി ഡ്രാഗന്റെ ഡെവിൾ ഫ്രൂട്ട് വൺ പീസ് വേൾഡിൽ നിന്നും നമ്മളിൽ നിന്നും മറച്ചു വെക്കാനായിരിക്കാം. അതുമല്ലെങ്കിൽ ഡ്രാഗന്റെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ പവേഴ്സ് കാണിച്ചു തന്ന് നമ്മളായിട്ട് ഒരു അസംഷനിലും എത്തിച്ചേരാതിരിക്കാനായിരിക്കാം ഓടെ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതുമല്ലെങ്കിൽ ഓട ഈസ് കുക്കിംഗ് സംതിങ് ബിഗ് വിത്ത് ഡ്രാഗൻ. ഫൈനൽ വാറിലോട്ടുള്ള ഓടയുടെ ട്രം കാർഡ് ആയിരിക്കാം ഡ്രാഗൻ. സോ നേരത്തെ ഇങ്ങേറെ പവേഴ്സ് കാണിച്ച് സർപ്രൈസ് ഫാക്ടർ കുറയ്ക്കേണ്ടെന്ന് കരുതിയുമായിരിക്കാം. എനിവേ ശരിക്കുള്ള സോളിഡ് റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ തിയറീസ് ഒന്ന് ഷെയർ ചെയ്യുക. സോ ഇനി ഡ്രാഗന്റെ ഫേസ് സ്റ്റാർട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ പോലും ധാരാളം മിസ്റ്ററീസ് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറയാം. ഈ ഒരു സിമ്പിൾ റിസംബിൾ ചെയ്യുന്നത് നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സിനെയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ നേറ്റീവ് അമേരിക്കൻസിന്റെ വിശ്വാസം അനുസരിച്ച് അവർക്കിടയിൽ പറയപ്പെടുന്ന ഒരു ലെജൻഡറി ക്രീച്ചർ ഉണ്ട്. തണ്ടർബേർഡ് എന്നാണ് ആ ക്രീച്ചറിന്റെ പേര്. സോ ഈ ക്രീച്ചറിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഡ്രാഗന്റെ ഫേസ് ടാറ്റു ഓർഡർ ഡിസൈൻ ചെയ്തത് തന്നെ. ഇതിന് കാരണം തണ്ടർബേർഡിന്റെ സവിശേഷതകൾ തന്നെയാണ്. മിത്തോളജിയിൽ തണ്ടർബേർഡിന് വെതർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നും എസ് ഷേപ്പിലുള്ള
എക്സ് ഷേപ്പിലുള്ള അപ്പിയറൻസ് ആണ് ഇവ നടത്താറ് എന്നും ഇവർ ഗ്രേറ്റ് ടോണഡ് സ്നേക്സിന്റെ സോൺ എനിമീസ് ആണെന്നും പറയുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ ഇത് ഇമുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ഇമു ഓൾസോ റെപ്രസെന്റ് ദ വേൾഡ് ഗവൺമെന്റ്. അതേപോലെ മോറൽ റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന ഹ്യൂമൻസിനെ പനീഷ് ചെയ്യുന്നതും ഇതേ തണ്ടർബേർഡ് തന്നെയാണ്. സോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓടെ ഈ തണ്ടർബേർഡ് ബിലീഫ് അനുസരിച്ച് നേറ്റീവ് അമേരിക്കൻ മിത്തോളജി ബേസ് ചെയ്ത ഈ ലെജൻഡറി ക്രീച്ചറിനെ വെച്ചാണ് ഡ്രാഗന്റെ ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന്. ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം ഹോണഡ് സ്നേക്സിന്റെ സോൺ എനിമിയാണ് എന്നുള്ളതാണ്. കാരണം ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും നിക്ക ഇവിടെ ഫേസ് ചെയ്യുന്നതും ഇതേപോലൊരു ക്രീച്ചറിനെയാണ്, ഹോണഡ് സ്നേക്സിനെയാണ്. ആൻഡ് ധാരാളം ഫാൻ തിയറീസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മേ ബി നോട്ട് മേ ബി ഡെഫിനറ്റ്ലി ഇത് ഇമു ആകാനും ചാൻസ് ഉണ്ട്. ഓൾസോ ഡ്രാഗനെ പോലെ തന്നെ ടാറ്റു ഉള്ള ക്യാരക്ടേഴ്സ് വൺ പീസ് വേൾഡിൽ വേറെ ഉണ്ടോ എന്ന് നോക്കിയാൽ യെസ്, തീർച്ചയായും ഉണ്ട്. കൈപ്പിയയിലെ ചാൻഡിയൻ ജനങ്ങൾക്കും എസ്പെഷ്യലി കാൽഗാരയ്ക്കും വൈപ്പറിനും എല്ലാം ഡ്രാഗന്റെ സെയിം മോഡലുള്ള ടാറ്റൂസ് ഉണ്ട്. ആൻഡ് ചാൻഡിയൻ എന്ന പദം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും. അതിൽ ഷാ എന്ന പദം റിമൂവ് ചെയ്താൽ വി ക്യാൻ സ്പെൽ ദാറ്റ് ലൈക്ക് ഇന്ത്യൻ. നേറ്റീവ് അമേരിക്കൻസിനെ റെഡ് ഇന്ത്യൻസ് അഥവാ ഇന്ത്യൻസ് എന്ന് തന്നെയാണ് വെസ്റ്റേണേഴ്സ് വിളിക്കുന്നത്. സോ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. ആൻഡ് അത് നമ്മുടെ തിയറിനെ ശക്തിപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കെല്ലാം റീസെന്റ് ആയി വന്ന ലൂഫിയുടെ മദർ തിയറിയെ കുറിച്ച് അറിയാമെന്ന് കരുതുന്നു. അതായത് ആമസോൺ ലില്ലിയിലെ ഫോർമർ എംബറസ് ആയ ട്രീറ്റോമയാണ് ലൂഫിയുടെ മദർ എന്നുള്ള തിയറി. എന്നാൽ അതിനേക്കാളൊക്കെ മുൻപ് തന്നെ വന്ന മറ്റൊരു തിയറി ആയിരുന്നു ഡ്രാഗന്റെ വൈഫ് അഥവാ ലൂഫിയുടെ മദർ മേ ബി ഒരു ഷാൻഡിയൻ സ്ത്രീ ആയിരിക്കും എന്നുള്ളത്. സോ ആ സ്ത്രീക്കും ഡ്രാഗന്റെ ഫേസിലുള്ള എക്സാക്ട് ടാറ്റു ഉണ്ടായിരുന്നു. ആൻഡ് ആ സ്ത്രീയുടെ മരണത്തിന് ശേഷം ആ സ്ത്രീയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഡ്രാഗൻ തന്റെ ഫേസിൽ ആ ടാറ്റു വരച്ചതാണ് എന്നും പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ ടാറ്റു ഒരു റെബേലിയൻ സിമ്പിൾ തന്നെയാണ്. അതേപോലെ തന്നെ റോജറിന്റെ എക്സിക്യൂഷൻ ടൈമിലൊന്നും ഡ്രാഗന്റെ ഫേസിൽ ആ ടാറ്റു ഇല്ലായിരുന്നു. റോജറിന്റെ ഡെത്തിന് ശേഷമാണ് ഡ്രാഗൻ ആ ടാറ്റു ലഭിക്കുന്നത് തന്നെ. ഇവിടെയും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റോജറിനെ ഡ്രാഗൻ അവസാനമായി കാണുന്നത് ലോക്ക്ഡൌണിൽ വെച്ചാണ്. ലൂഫിനെ ഡ്രാഗൻ ആദ്യമായി കാണുന്നതും ലോക്ക്ഡൌണിൽ വെച്ചാണ്. ആൻഡ് ലോക്ക്ഡൌണിനെ വൺ പീസ് ജനങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? യെസ്, ദ ടൗൺ ഓഫ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്. സോ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ യു ഗൈസ് ആർ ബ്രില്യൻ. ഈ കാര്യം മനസ്സിലാക്കാൻ എനിക്ക് കുറേ ടൈം എടുത്തു. ബട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മറ്റൊരു കാര്യം മനസ്സിലായി. അവിടെ എല്ലാത്തിന്റെയും ആൻസേഴ്സ് തൊട്ടടുത്തായിട്ട് അതും ഹിന്റ് രൂപത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മളതിൽ പലതും കാണുന്നില്ലെന്ന് മാത്രം. സോ ഞാൻ ഈ തിയറിയിൽ പറഞ്ഞ പോലെ ലൂഫിനെ പോലെ തന്നെ ഒരു ഗോഡ് ലെവൽ DF ആണ് ഡ്രാഗനും യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി അതല്ല മറ്റേതെങ്കിലും DF ആണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഏതാവാനാണ് ചാൻസ് കൂടുതൽ? കമന്റ്സിൽ പറയുക. ഇതേപോലെ ആനിമെ വീഡിയോസിനായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് വിൽ ബി എ വെരി ബിഗ് ബൂസ്റ്റ് ടു ദിസ് ചാനൽ. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നും കമന്റ് പറയുക. എന്നാൽ മാത്രം തുറന്നുള്ള വീഡിയോസ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. സോ ലവ് യു ഓൾ, ബൈ. എത്ര പേർ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. വീഡിയോ വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ജോലിയുടെ തിരക്കിൽ ഞാൻ വളരെ ടയർഡാണ്, അതാണ് കാരണം. എങ്കിലും ഞാൻ ഉറപ്പായും കൂടുതൽ വീഡിയോസ് ഇനിയും മേക്ക് ചെയ്യും. വീഡിയോയുടെ തുടക്കം ഇത് പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഞാനിത് ഇപ്പോൾ പറഞ്ഞത്. എനിവേ, താങ്ക്സ് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്.